രസകരമായ ചർച്ചയാണ് പോകുന്നത്. ഞാനൊരു സജഷൻ തരാം ഡോക്ടർ ഐസക്, താങ്കൾ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കും എങ്കിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നിർദ്ദേശം. നേമത്ത് ഒരുപക്ഷെ 18,000 വോട്ടാണ് ലീഡുള്ളത് ഒ രാജഗോപാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. വി ശിവൻകുട്ടിയെ മാറ്റി ഐസക് മത്സരിക്കുക, അങ്ങനെയാണെങ്കിൽ UDF സഹായിക്കാമെന്ന് ഇതിനകം തന്നെ എം എ ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞു. സഹായിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് പറയട്ടെ. ഷാനവാസ് വളരെ ശുദ്ധനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ കേൾക്കണോ? ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, ഭരണത്തിൽ വീണ്ടും വരാൻ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു നേതാവാണ്. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എല്ലാ കാലത്തും ചില ഡീലുകൾ ഉണ്ടാക്കുന്ന പോലെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെയാണ് BJP ജയിച്ചത്? കോൺഗ്രസ് അവിടെ അപ്രത്യക്ഷമായി. ഒരു പക്ഷേ ഷാനവാസ് പറഞ്ഞതുപോലെ എന്തെങ്കിലും അനുഭാവികൾ ചെയ്ത വോട്ടായിരിക്കാം, ആയിരുന്നോട്ടെ. എക്കാലത്തും ചെയ്ത പോലെ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീലുണ്ടാക്കാൻ ഏതാനും മണ്ഡലങ്ങളിൽ നിങ്ങൾ മടിക്കില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വരാനുള്ള ലക്ഷ്യമൊന്നുമില്ല, അക്കൗണ്ട് തുറക്കാമെന്നുള്ളതാണ്. നിങ്ങൾ അവർ അക്കൗണ്ട് തുറന്നോട്ടെ, എന്നാലും പഴയ പോലെ ഒരു ബാന്ധമാകാം എന്ന് ചിന്തിക്കുന്ന ഞങ്ങൾ കരുതുന്നത്.